സംസ്ഥാനത്ത് മലയോര മേഖലയിൽ അടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എവിടെയും റെഡ് അലർട്ട് ഇല്ലെങ്കിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് തൽക്കാലം നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ ഒരു മഴ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ഈ യെല്ലോ അലർട്ട് മുന്നറിയിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. പലയിടത്തും രാത്രി ശക്തമായ മഴ പെയ്തു എന്നുള്ളതാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടു, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടു വിഴിഞ്ഞത്ത് എന്നുള്ളത്. എന്തായാലും അവർക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. കൊല്ലം ആദിച്ചനല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സാരംഗും, കാസർഗോഡ് നിന്ന് KV ബൈജുവും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരും. ആദ്യം നമുക്ക് എറണാകുളം ജില്ലയുടെ സാഹചര്യം നോക്കാം. ഡാനി പോൾ ഉണ്ട്. ഡാനി, ഇപ്പോഴും അവിടെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ? ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്താണ് നിലവിലത്തെ ഒരവസ്ഥ? മഴ തുടരുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന മഴയ്ക്ക് അതിൻ്റെ ഒരു തീവ്രതയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടെങ്കിലും മഴ സാഹചര്യം തന്നെയാണ് ജില്ലയിൽ നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലർട്ടുകൾ പലപ്പോഴും മാറിയാറുണ്ട്. പലപ്പോഴും ഈ മണിക്കൂറുകൾ ഇടപെട്ടുള്ള ഒരു രീതിയിലേക്കെല്ലാം പോകുന്നു. എന്നാലും ജില്ലയിൽ ഇന്ന് പൊതുവിൽ മഴ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിലും നിലവിൽ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം, എവിടെയും ഒരു വെള്ളക്കെട്ടോ കാര്യമായി എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴ തുടരുന്നുണ്ടെങ്കിൽ, മഴ പെയ്ത ഉണ്ടെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഈ പെരിയാറിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പെരിയാറിൽ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള അണക്കെട്ടുകൾ തുറക്കുന്നത് മൂലം, പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലെ പല അണക്കെട്ടുകളും എല്ലാം തന്നെ തുറക്കുന്നത് മൂലം പെരിയാറിലേക്ക് കൂടുതൽ ജലം ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ട് പെരിയാറിലെ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെരിയാറിലെ ഒരു നീരൊഴുക്ക് മാറിയിട്ടില്ല. എങ്കിലും ഇരു കരകളിലുമുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് അടക്കമുള്ള ഒരു നിർദ്ദേശവും കാര്യങ്ങളുമെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും പെരിയാറാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കവിയുന്നതാണ് പലപ്പോഴും താഴ്ന്ന മേഖലകൾ, പ്രത്യേകിച്ച് ഏലൂർ പോലുള്ള പ്രദേശങ്ങൾ, പാതാളം പോലുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലും എല്ലാം വെള്ളം കയറുക പതിവാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും കാര്യമായ മുന്നൊരുക്കങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും എല്ലാം തന്നെ വേണ്ടത്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഒപ്പം തന്നെയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ വലിയ കാറ്റിലെ മരം വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 216 വീടുകൾക്ക് ഇങ്ങനെ ഭാഗികമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ മേഖലകളിൽ ഈ വർഷകാലത്ത് വലിയ രീതിയിലുള്ള കടൽക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലി, ചെറിയ കടവ് പോലുള്ള ഭാഗങ്ങളിൽ, മുനമ്പം മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് തുടരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് ഒരു മത്സ്യത്തൊഴിലാളി, അതിഥി തൊഴിലാളിയാണ്, ബോട്ടിൽ നിന്ന് വീണ് കാണാതായി. ഇന്നലെ രാത്രിയോട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചു. അങ്ങനെ ഈ തീരമേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മഴ മൂലമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പലയിടത്തും ഭാഗികമായി ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നഗരമധ്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിലെവിടെയും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ മഴ കനക്കുമ്പോൾ പെടുന്നനി ഉണ്ടാകുന്നൊരു വെള്ളക്കെട്ട് അല്ലാതെ മറ്റ് വലിയ രീതിയിലേക്ക് വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അതിനൊരു വലിയ കാരണം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിലുള്ള നഗര സമീപത്ത് കൂടി ഒഴുകുന്ന മുട്ടാർ പുഴയുൾപ്പെടെയുള്ള ഇടപ്പള്ളിത്തോട് ഉൾപ്പെടെയുള്ള അത്തരം തോടുകളിലെല്ലാം ആഴം കൂട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. പെരിയാറിൽ നിന്ന് അധിക ജലം എത്തിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക്, തിരിച്ചും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ സഹായകരമാകുന്ന വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണത്.
അങ്ങനെ അത്തരം പദ്ധതികളുടെ ഒരു നേരത്തെ നടപ്പാക്കിയത് കൊണ്ടുള്ള ഒരു ആശ്വാസം കുറേയെങ്കിലും ലഭിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ജില്ലയിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മഴ കുറവുള്ള ഒരു സാഹചര്യമല്ല, മഴ നിലവിലുണ്ട്, അതിൻ്റെ തീവ്രതയ്ക്ക് ഒരു അല്പം കുറവുണ്ട് എന്നത് മാത്രമാണ് ഉള്ളത്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. സാരംഗുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? ശക്തമായ കാറ്റായിരുന്നു ഇവിടെ വലിയ വില്ലനായി നിന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ എന്താണ് സാഹചര്യം? നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ മഴയിലും കാറ്റിലും പല ഭാഗങ്ങളിലും തിരുവനന്തപുരം നഗരപരിധിയിൽ മാത്രം 15ഓളം ഭാഗങ്ങളിൽ മഴ കാറ്റ് ശക്തമായി വീശിയിട്ട് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വീടുകളും ചില വീടുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാരും മറ്റും കുടുംബാംഗങ്ങളും മറ്റും അത്ഭുതകരമായി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആളപായം ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാം. പക്ഷേ നഗരപരിധിയിലുണ്ടായുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ 4ഓളം ഹോർഡിംഗ്സുകൾ തകർന്നിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എന്റെ പുറകിൽ കാണുന്ന ഈ പട്ടത്ത് കാണുന്ന ഈ ഹോർഡിംഗ്സ് പകുതി തകർന്ന നിലയാണ്. ഇതിപ്പോൾ പൂർണ്ണമായും തകരാത്തത് ക്രെയിനിലേക്ക് കയറ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ 4ഓളം ഹോർഡിംഗ്സുകൾ ഇത് ഭാഗികമായി തകർന്നാണെങ്കിൽ മറ്റ് ഹോർഡിംഗ്സുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇത് ആളപായവും മറ്റും ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലായിരിക്കും ഇത്തരം ഹോർഡിംഗ്സുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഇവ പല ശക്തമായ കാറ്റിൽ 50-60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റിൽ തകർന്ന കാഴ്ചയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നഗരത്തിൽ പല ഭാഗങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും അതേപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രശ്നങ്ങളും മറ്റും തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുന്നത്തെ ദിവസങ്ങളിലും എല്ലാം ഉള്ളതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി KSEB ജീവനക്കാരും മറ്റും കനത്ത രീതിയിൽ അഹോരാത്രം പണിയെടുക്കുകയാണ്. അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. കാരണം അപകട നിലയിലുള്ള നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുൻകൂറായി തന്നെ മൺസൂൺ എത്തുന്നതിന് മുന്നേ തന്നെ നഗരത്തിലെ പല ഭാഗങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് കൃത്യമായി പാലിച്ചില്ല. അതാണിപ്പോൾ ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ മരങ്ങൾ പല ഭാഗത്തും കടപുഴകി വീഴുന്നതും അതേപോലെ തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ജനങ്ങളോട് ഇത്തരത്തിലും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അവ പല ഭാഗങ്ങളിലും വീടുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീഴുന്നത്. അതേപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കും മറ്റും വീഴുന്നു. ആളപായം തിരുവനന്തപുരം നഗരത്തിൽ ഇല്ലാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ടുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. അതെ സാരംഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർഡിംഗ് ഇപ്പോൾ ഇങ്ങനെ വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊരു അപകടക്കെണിയായി നിൽക്കുകയാണല്ലോ. അധികൃതർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ അടുത്തൊരു നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? അത് അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ ഒരു അപകട സാധ്യത ഒഴിവാക്കാനുള്ള നീക്കങ്ങളുണ്ടോ?